ഇനി ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ, അഭിമാനത്തോടെ, ആവേശത്തോടെ, കൗതുകത്തോടെയൊക്കെ കാത്തിരിക്കുന്ന ഒരു വലിയ യാത്ര. അതിൻ്റെ തുടക്കം കുറിക്കുകയാണ്. നാസ ഇപ്പോൾ അതിന്റെ തത്സമയ സംപ്രേഷണം ആരംഭിച്ചിരിക്കുന്നു. ശുഭാംശു ശുക്ല അടങ്ങുന്ന ആക്സിയം സംഘം, 4 പേരടങ്ങുന്ന സംഘം ഇതാ ഭൂമിയിലേക്കുള്ള അവരുടെ യാത്ര, മടക്കയാത്ര ആരംഭിക്കാൻ പോവുകയാണ്. ആ ക്യാപ്സൂളിനുള്ളിലേക്ക് അവർ പ്രവേശിക്കുന്നു. തുടർന്ന് മറ്റ് നടപടിക്രമങ്ങൾ, സാങ്കേതികമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ത്യൻ സമയം 4:15 കൂടിയിട്ടാണ് അൺഡോക്കിംഗ് നടക്കുക എന്നതാണ്. തുടർന്ന് ഏറെ മണിക്കൂറുകൾ നീളുന്ന യാത്രയാണ്. ഭൂമിയെ പലതവണ വലയം വെച്ച് നാളെ ഇന്ത്യൻ സമയം 3 മണിയോട് കൂടിയിട്ടാണ് ശാന്ത സമുദ്രത്തിൽ സ്പ്ലാഷ് ഡൗൺ ചെയ്യുക. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ 14 ദിവസം ഒരു യാത്ര, അത് പക്ഷേ 18-19 ദിവസം വരെയിലേക്ക് നീണ്ടുപോകുന്നു. ഒരുപാട് 60ഓളം ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നു. കേരളത്തിൽ നിന്നടക്കമുള്ള സർവകലാശാലകളുടെ ഒരു സാന്നിധ്യം ഈ പരീക്ഷണങ്ങളിൽ ഉണ്ടായി എന്നതൊക്കെ നമ്മൾ വളരെ അഭിമാനത്തോടെ കണ്ട നിമിഷങ്ങളാണ്. ഒപ്പം തന്നെ ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് നിന്ന്, ബഹിരാകാശ നിലയത്തിൽ നിന്ന് നമ്മളോട് സംസാരിച്ച വാക്കുകൾ, അത് വളരെ വളരെ അഗാധമായ അർത്ഥതലങ്ങളുള്ള വാക്കുകളായിരുന്നു. കാരണം ഇന്ത്യ ഇപ്പോഴും എങ്ങനെ ഇരിക്കുന്നു, 41 വർഷത്തിന് ശേഷവും ഇന്ത്യ ബഹിരാകാശത്ത് നോക്കുമ്പോൾ സാരെ ജഹാം സെ അച്ഛ എന്ന് തന്നെ പറയുന്ന നിലയ്ക്ക് ഏറ്റവും ആത്മവിശ്വാസത്തോടെ, അഭിമാനത്തോടുകൂടി തിളങ്ങി നിൽക്കുന്ന ഒരു രാജ്യമായി നമ്മുടെ രാജ്യം നിലകൊള്ളുന്നു എന്ന് വളരെ അഭിമാനത്തോടുകൂടി അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഇത് ശാസ്ത്ര കൗതുകങ്ങൾക്ക് അപ്പുറത്തേക്കുള്ള, അല്ലെങ്കിൽ അതിനും അപ്പുറത്തേക്കുള്ള മനുഷ്യന്റെ യാത്രയുടെ ഒരു വലിയ തുടക്കമാണ്. തൻ്റെ ഈ ദൗത്യത്തിന്റെ യാത്ര ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ പോലും തന്റെയും നമ്മുടെയും ഈ നാട്ടിലെ ജനങ്ങളുടെയും യാത്രയുടെ തുടർച്ചയാണ്. ഒപ്പം തന്നെ ഒരു സ്വന്തമായ ഒരു ബഹിരാകാശ നിലയം എന്ന ഇന്ത്യയുടെ സ്വപ്നങ്ങൾക്കുള്ള വലിയൊരു കരുത്തുകൂടിയാണ് ശുഭാംശു ശുക്ലയുടെ യാത്ര. അതിൽ നിന്ന് അദ്ദേഹം ആർജിച്ച അനുഭവങ്ങൾ, ആ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ ഡോക്ടർ രാജഗോപാൽ കമ്മത്ത് നമുക്കൊപ്പം തത്സമയം ചേരുകയും ചെയ്യുന്നുണ്ട്. സർ, വളരെ ഒരുപക്ഷെ വളരെ കൗതുകത്തോടെ, അഭിമാനത്തോടെ ഒക്കെ നമ്മൾ കാണുന്ന ദൃശ്യങ്ങളാണ്. സ്പേസ് സ്റ്റേഷനിൽ നിന്ന് ക്യാപ്സ്യൂളിലേക്ക് അവർ കയറിയിരിക്കുന്നു. അതിന്റെ അൺഡോക്കിംഗ് പ്രോസസ് ആരംഭിക്കാൻ പോവുകയാണ്. കുറച്ച് സമയം നീണ്ടു നിൽക്കുന്ന പ്രക്രിയയാണ്. എങ്ങനെയൊക്കെയാണ് സാങ്കേതികമായി ഈ ഒരു ഘട്ടം കടന്നു പോകുന്നത്? ഈ 2 സ്പേസ് സ്റ്റേഷനിലെയും ഈ ക്യാപ്സ്യൂളിലെയും മർദ്ദം ക്രമീകരിക്കുന്നതടക്കം അങ്ങനെ ഒരുപാട് വളരെ മൈന്യൂട്ടായ സാങ്കേതിക നടപടികളുണ്ടല്ലോ, എന്തൊക്കെയാണത്? നമുക്കറിയാം, സ്പേസ് എന്ന് പറയുന്നത് വളരെ തണുത്ത ഒരു ഇടമാണ്. അതുപോലെ മർദ്ദവും വളരെ വളരെ കുറവാണ്, ഒട്ടും തന്നെ ഇല്ല. അപ്പൊ താപം എന്ന് പറയുന്നത് -273 ഡിഗ്രിക്ക് അടുത്താണ്. മർദ്ദം, അതുപോലെ അന്തരീക്ഷ മർദ്ദം ക്യാപ്സ്യൂളിനകത്ത് ഉറപ്പുവരുത്തുകയും വേണം. അപ്പൊ അതുകൊണ്ടാണ് ഈ കുറച്ച് കാലതാമസം എടുക്കുന്നത്. നേരിട്ട് നമ്മൾ അകത്തേക്ക് കയറി അങ്ങനെ അൺഡോക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇത് ഉറപ്പുവരുത്തി അതിന് റിഡൻഡൻസി ഒന്നും ഇല്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് അൺഡോക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അടുത്ത മണിക്കൂറുകളിൽ തന്നെ ഈ ഫൈനൽ അൺഡോക്കിങ്ങിന്റെ പ്രോസസ്സ് തുടങ്ങും. അങ്ങനെ വന്ന് ഇപ്പോ ആ ക്യാപ്സ്യൂളിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് മർദ്ദം ക്രമീകരിച്ച രീതിയിലായിരിക്കും. അതുപോലെ താപവും ക്രമീകരിച്ച്, ഓക്സിജൻ കണ്ടന്റ് ഒക്കെ കൃത്യമായ രീതിയിൽ ക്രമീകരിച്ചിട്ടായിരിക്കും കിടന്നത്. കാരണം അടുത്ത ഒരു 17 മണിക്കൂർ മിനിമം, പിന്നെ മാക്സിമം എത്ര നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് ആ ഓർബിറ്റൽ അലൈൻമെന്റ് ഒക്കെ ശരിയായിട്ട് വരാനുണ്ട്. ഇനി പല ഘട്ടങ്ങളുണ്ട്. റീ എൻട്രി എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ആദ്യത്തെ ഘട്ടമാണ് അൺഡോക്കിംഗ് എന്ന് പറയുന്നത്. അൺഡോക്കിംഗ് കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് സെപ്പറേറ്റ് ആയതിനു ശേഷം ഈ ക്യാപ്സ്യൂളിൽ തന്നെ ചെറിയ ത്രസ്റ്ററുകളും റോക്കറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് ഓർബിറ്റൽ അലൈൻമെന്റ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ പൂർത്തിയാക്കും. കാരണം സ്പേസ് സ്റ്റേഷൻ പോകുന്ന ഓർബിറ്റിലല്ല ഇവർക്ക് വരേണ്ടത്. കാരണം എവിടെയാണ് സ്പ്ലാഷ് ഡൗൺ ചെയ്യേണ്ടത് ആ രീതിയിലുള്ള ഓർബിറ്റ് അലൈൻ ചെയ്തിട്ടായിരിക്കും. അല്പം താഴ്ന്ന, ഏകദേശം 10-20 കിലോമീറ്റർ 30 കിലോമീറ്റർ താഴ്ന്ന ഓർബിറ്റിലായിരിക്കും ഇനിയിപ്പോ ക്യാപ്സ്യൂള് കടക്കാൻ പോകുന്നത്. ആ ക്യാപ്സ്യൂൾ കടന്നതിന് ശേഷം ഓർബിറ്റൽ അലൈൻമെന്റ് ഉണ്ടാവും. അതായത് ഈ സ്പേസ് സ്റ്റേഷനും ഇതുമായിട്ടുള്ള ഡിസ്റ്റൻസ്, പിന്നെ ഭൂമിയിലേക്ക് വരാനുള്ള ട്രജക്ടറി ഏതായിരിക്കണം എന്നൊക്കെ നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു ഓർബിറ്റ് ആയിരിക്കും അത് തിരഞ്ഞെടുക്കുന്നത്. അത് പതിയെ ഇങ്ങനെ അതിന് ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കും. ഇതിന് സ്പേസ് സ്റ്റേഷനെ പോലെ തന്നെ 21,000 കിലോമീറ്റർ/ഹവറിലായിരിക്കും അത് ചുറ്റുന്നത്. അതിനുശേഷം അടുത്ത ദിവസം നാളെ ആകുമ്പോൾ അത് ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് റീ എൻട്രി ചെയ്യാനായിട്ടുള്ള പ്രക്രിയകൾ തുടങ്ങും. റീ എൻട്രി എന്ന് പറയുന്നത് അല്പം സങ്കീർണമായ ഒരു കാര്യമാണ്. നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് റീ എൻട്രിയുടെ ആ ഒരു സങ്കീർണത. കാരണം അന്തരീക്ഷം ഘർഷണം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് മാത്രമല്ല ഗ്രാവിറ്റി ഉണ്ട്. അപ്പൊ രണ്ട് ഘടകങ്ങളാണ് ഇതിനെ ബാധിക്കുന്നത്. ഒന്ന് ഗ്രാവിറ്റി, ഒന്ന് ഡ്രാഗ്. അപ്പൊ ഈ ഡ്രാഗ് ഇപ്പൊ തന്നെ അത് അൺഡോക്ക് ചെയ്ത് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോഴേക്കും അതിന്റെ ഡ്രാഗ് ഫീൽ ചെയ്യും. അതിന്റെ വേഗത അല്പം കുറയും. പക്ഷെ എന്നിരിക്കലും അറ്റ്മോസ്ഫിയറിക് റീ എൻട്രി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ വേഗത ഏകദേശം 7.8
കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്, മീറ്റേഴ്സ് പെർ സെക്കൻഡ് ആയിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ അത് 25 കിലോമീറ്റർ പെർ അവറിലേക്ക് കുറച്ചു കൊണ്ടുവരണം. അതായത് ഇപ്പൊ 28,000 കിലോമീറ്റേഴ്സ് പെർ അവറിൽ ഓടുന്ന ചലിക്കുന്ന ആ ഒരു യാനത്തെ 25 കിലോമീറ്റർ പെർ അവർ ആക്കി കൊണ്ടുവരണം. അതിനുവേണ്ടിയുള്ള ഒരു പ്രക്രിയയാണ് ഇനി നടക്കാൻ പോകുന്നത്. അപ്പോ നമുക്കറിയാം, അത് അൺഡോക്കിംഗ് കഴിഞ്ഞ് അതിന്റെ അറ്റ്മോസ്ഫിയറിക് എൻട്രിക്ക് മുമ്പ് തന്നെ അതിലെ സോളാർ പാനലുകളും മറ്റ് ആവശ്യമില്ലാത്ത വസ്തുക്കളും എല്ലാം അത് ഉപേക്ഷിക്കും. അത് സ്പേസിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ടായിരിക്കും റീ എൻട്രി ചെയ്യുന്നത്. ഈ നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഇപ്പൊ രണ്ടുപേർ അതിൽ കൃത്യമായി, നമുക്ക് മുഖം അത്ര വ്യക്തമാകുന്നില്ല, രണ്ടുപേർ അവരുടെ പൊസിഷനൊക്കെ കൃത്യമായി അവർ സാങ്കേതികമായി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അടുത്ത രണ്ടുപേർ അവരുടെ പൊസിഷനിലേക്ക് പോവുകയാണല്ലോ. ഇതിനുള്ളിൽ എത്ര സമയം കൊണ്ടായിരിക്കും ഈ കറക്റ്റ് അൺഡോക്കിംഗ്, ഇതിൽ നിന്ന് ആ വേർപെടുന്ന ഘട്ടം വരെയുള്ള ഒരു പ്രോസസ്സ്? അത് വളരെ സങ്കീർണമായ ഒരു കാര്യമല്ലേ അല്ലേ? തീർച്ചയായും. കാരണം ഈ ക്രമീകരണങ്ങൾ കൃത്യമാകണം, എന്നാൽ മാത്രമേ ആ അൺഡോക്കിംഗ് പൂർത്തിയാവൂ. ക്രമീകരണങ്ങൾ പൂർത്തിയാകണം. അതായത് വായു, മർദ്ദം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ക്രമീകരണങ്ങൾ പൂർത്തിയാകണം. പിന്നെ പ്രവർത്തന സജ്ജമാണോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അത് പലയാവർത്തി പല രീതിയിൽ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ അൺഡോക്കിംഗ് ചെയ്യത്തുള്ളൂ. അതിനു മുമ്പേ ഇവർ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിട്ടുള്ള വസ്തുക്കളൊക്കെ ഇതിനകത്തേക്ക് ലോഡ് ചെയ്യണം. കാർഗോ ഉണ്ടല്ലോ ഇവർക്ക്, കാരണം പരീക്ഷണങ്ങളുടെയും മറ്റ് കാർഗോ ഉണ്ട്, 4 പേരുടെയും വസ്തുക്കളുണ്ട്. അപ്പൊ അതൊക്കെ അതിനകത്ത് ലോഡ് ചെയ്യണം. പിന്നീടാണ് ഇതിന്റെ ഫൈനലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അൺഡോക്കിംഗ് പൂർണ്ണമായിട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീടുള്ള ഈ സ്വന്തമായിട്ട് ഇതിനുള്ള പ്രവർത്തനം. അതിന് ഓട്ടോണോമസ് ആയിട്ടുകൊണ്ട് സ്വന്തമായിട്ട് താഴെ ഗ്രൗണ്ട് കൺട്രോളുമായിട്ട് അതിന് പ്രവർത്തിക്കാം, സ്വന്തമായിട്ട് പ്രവർത്തിക്കാം. പിന്നെ ശുഭാംശുവിനും അത് പൈലറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ആവശ്യഘട്ടങ്ങളുണ്ടെങ്കിൽ പൈലറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോ പസഫിക്കിന്റെ തീരത്താണ് ഇത് ചെന്ന് സ്പ്ലാഷ് ഡൗൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് റീ എൻട്രി ചെയ്ത് കഴിയുമ്പോൾ ഇതിന്റെ താപം ഗണ്യമായിട്ട് വർദ്ധിച്ച് ഒരു തീകോളം ഒരു ചുറ്റിനും തീയായിരിക്കും, തീ പോലെ ആയിരിക്കും അത് പതിക്കുക, ഒരു തീകോളം പോലെയാണ് പതിക്കുക. താഴെ വന്നതിന് ശേഷം ആദ്യമേ ഒരു പാരച്യൂട്ട് ഉണ്ടാവും, അത് വേഗം കുറയ്ക്കാനുള്ളതാണ്. പിന്നീടാണ് പ്രധാന പാരച്യൂട്ടുകൾ, പിന്നെ അല്പം കഴിഞ്ഞിട്ടാണ് പ്രധാന പാരച്യൂട്ടുകൾ വിടുന്നത്. അവയായിരിക്കും ഈ 25 കിലോമീറ്റർ പെർ അവറിലേക്ക് ക്യാപ്സ്യൂളിന്റെ വേഗം കുറച്ചു കൊണ്ടുവന്നിട്ട് നിർദ്ദിഷ്ട ഇടത്ത് സ്പ്ലാഷ് ഡൗൺ സാധ്യമാക്കുന്നത്. അത് നാളെ ഉച്ച കഴിഞ്ഞിട്ടായിരിക്കും ആ സ്പ്ലാഷ് ഡൗൺ ഉള്ളത് എന്ന് പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഇന്ത്യ സമയം 3 മണിയോടെയാണ്. ഇപ്പൊ ഇതിൽ തന്നെ പറഞ്ഞപ്പോൾ നമുക്കറിയാം, ഈ വിക്ഷേപണം തന്നെ കുറച്ച് നേരത്തെ ആയിരുന്നു അല്ലേ? അപ്പൊ ആദ്യം പല ദിവസങ്ങളിൽ അത് നീണ്ടുപോയെങ്കിലും പിന്നീട് നിശ്ചയിച്ച സമയത്തേക്കാൾ കുറച്ച് നേരത്തെ വിക്ഷേപണം നടക്കുകയും ചെയ്തു. അപ്പോൾ ഒരു 1.5-2 മണിക്കൂറൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റങ്ങൾ പ്രതീക്ഷിക്കുക അല്ലേ? തീർച്ചയായിട്ടും. ഈ 23 മണിക്കൂർ എന്തായാലും ഈ ഏറ്റവും കുറഞ്ഞത് 23 മണിക്കൂർ ഈ പ്രക്രിയ പൂർത്തിയാക്കാൻ വേണം. അത് ചിലപ്പോൾ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഏതെങ്കിലും കാരണവശാൽ നമുക്ക് അത് സാധിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് അല്പം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് പോകാനും സാധ്യത. അറ്റ്മോസ്ഫിയറിക് റീ എൻട്രി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അറ്റ്മോസ്ഫിയറിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് വേറെ കൺട്രോൾ ഒന്നും സാധ്യമല്ല. ഒരു കൺട്രോൾഡ് എൻട്രി എന്ന് പറയാം ശരിക്കും ഒരു. പക്ഷെ ആ വീഴ്ച എന്ന് പറയുന്നത് ആ രീതിയിലുള്ളതാണ്. പക്ഷെ ധാരാളം പരിചയസമ്പത്തുണ്ട്. നമുക്ക് ഒരു വർഷം തന്നെ എത്രയോ റീ എൻട്രികളാണ് നമ്മൾ കാണുന്നത്. ഇത്തരത്തിലുള്ള മനുഷ്യരെയും വഹിച്ചുകൊണ്ടുള്ള എത്രയോ റീ എൻട്രികൾ വളരെ സുഗമമായിട്ട് തന്നെ കടലിലും ഒക്കെ സ്പ്ലാഷ് ഡൗൺ ചെയ്ത് എല്ലാവരും സുരക്ഷിതരായിട്ട് തിരിച്ചു വരുന്നത് കാണുന്നുണ്ട്. സുനിത വില്യംസിനൊക്കെ മടങ്ങി വരും എല്ലാവരും കണ്ടതാണ്. അതിനുശേഷമുള്ള ഒരു നടപടികളുണ്ട്. കുറെ ദിവസം ഇവർ ഭൂമിയിലെ ഒരു സാഹചര്യവുമായി ബന്ധപ്പെടാനുള്ള ഒരു കുറെ ദിവസം അവരെ മാറ്റി താമസിപ്പിക്കുന്നു. ഇതിനൊപ്പം ഞാൻ ഒരു കൗതുകമുണ്ട്. അദ്ദേഹം പറഞ്ഞ് ഒരുപക്ഷെ ശാസ്ത്രത്തിനും ബിയോണ്ട് സയൻസ് ആണ്, ശാസ്ത്രത്തിനും അപ്പുറത്തേക്കുള്ള മനുഷ്യൻ്റെ ഒരു യാത്രയുടേതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ അനുഭവം, നമ്മൾ പരീക്ഷണങ്ങൾ ഇതിനൊക്കെ മാറ്റി നിർത്തിയാലും ഭൂമിയിൽ നിന്ന് ഇത്രയും അകലേക്ക് പോവുക, ഇത്രയും അകലങ്ങളിൽ ആളുകളുമായിട്ട് സംവദിക്കുക, അവിടെ നിന്ന് തിരിച്ചു ഭൂമിയിൽ, ഇതൊക്കെ മനുഷ്യന് മാനസികമായി ഉണ്ടാക്കുന്ന ഒരു വലിയ പരിവർത്തനമല്ലേ? അതൊരു ശാസ്ത്രജ്ഞൻ്റെ കൗതുകമുണ്ട്, ഒരു മനുഷ്യൻ കാണുന്ന അല്ലേ ജീവിതത്തിൻ്റെ പല തലങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചുകൂടി ഇവരൊക്കെ എഴുതിയാൽ നമുക്ക് വളരെ രസമുള്ള കാര്യങ്ങളായിരിക്കും വായിച്ചറിയാനുണ്ടാവുക അല്ലേ? തീർച്ചയായിട്ടും. എനിക്കിതുവരെ ഒരു റിയൽ അസ്ട്രോണോട്ടുമായിട്ട് സംസാരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല.
അതൊരു അഭൗമമായ ഒരു അനുഭൂതിയല്ലേ ഈ ശരിക്കും സ്പേസിലേക്ക് പോവുക എന്ന് പറയുന്നത്. കാരണം ഒരു ട്രാൻസെൻഡൻസ് പോലെയാണത്. ഒരു ട്രാൻസെൻഡന്റൽ ഒരു ഫീലിംഗ് ആണ് വരുന്നത് നമുക്ക് ദൂരെ നിന്ന് ഭൂമിയെ കാണുമ്പോൾ. അപ്പോ ശരിക്കും അവരെന്താണ്, അവരുടെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് തീർച്ചയായിട്ടും. അവര് ഗ്രാവിറ്റി ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഫ്രീ ഫോളിങ്ങിന് ഇരിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ രക്തം നേരെ ശിരസിലേക്ക് ആണ് കൂടുതൽ ഒഴുകുക. ഇപ്പൊ ആ മുഖമെല്ലാം വിങ്ങിയതുപോലെ നമ്മള് ശുഭാംശുവിന്റെ മുഖം കണ്ട് നല്ല ഹെൽത്തിയാണ്, പക്ഷെ മുഖമെല്ലാം വിങ്ങിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് ഇതുകൊണ്ടാണ് ഈ ബ്ലഡ് സർക്കുലേഷൻ, ശരീരത്തിലെ ജലാംശവും എല്ലാം ആ രീതിയിലാണ് അത് പ്രവർത്തിക്കുക. അപ്പൊ തിരിച്ചു വന്നതിന് അല്പസമയം എടുക്കും, ഒരു 1 വീക്ക് എങ്കിലും എടുക്കും അത് പൂർവ്വസ്ഥിതിയിലാകാൻ. പിന്നെ മസിലിന്റെ ആ ഒരു ശക്തിയൊക്കെ പറഞ്ഞല്ലോ. ഇപ്പൊ അവര് എക്സസൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സാധാരണ എക്സസൈസിലുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇവരൊക്കെ അവിടെ ചെന്നിട്ട് എക്സസൈസ് ചെയ്യുന്നത്. കാലിന്റെയൊക്കെ മസിൽസ് പൂർവ്വസ്ഥിതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ആ എക്സസൈസും മറ്റും ചെയ്യുന്നത്. അപ്പോ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. വായുവൊക്കെ കൃത്യമായിട്ട് ആ ഓക്സിജനൊക്കെ അതേ കണ്ടന്റ് തന്നെയാണ്. കുറച്ചുകൂടി നല്ല വായുവാണ്, പൊല്യൂഷൻ ഇല്ലാത്ത വായുവാണ് അവിടെ ലഭിക്കുന്നത്. അതുകൊണ്ട് മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല. പിന്നെ ഭക്ഷണ ക്രമീകരണങ്ങൾ അത് തീർച്ചയായും ചെറുതായിട്ടൊരു കുറവുണ്ട്. നമ്മളിവിടെ ലഭിക്കുന്ന പോലുള്ള സമൃദ്ധമായിട്ടുള്ള ഭക്ഷണമൊന്നും നമുക്ക് അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ആ ദൗത്യത്തിന്റെ ഒരു ലക്ഷ്യമാണ് അതിനകത്ത് അവരെ നയിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹസിക പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഇവരെ നയിക്കുന്ന ആ ലക്ഷ്യമാണ്. ആ ലക്ഷ്യം പൂർത്തീകരിക്കാൻ പോവുകയാണ്. അതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. അതിപ്പോ അടുത്ത കുറച്ച് മണിക്കൂറുകളിൽ ഒരു നാളെ തന്നെ അത് പൂർത്തീകരിക്കും. നമുക്ക് ധാരാളം വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ലഭിക്കാനുണ്ട്. ശാസ്ത്രത്തിനും അദ്ദേഹം സ്വയം ആർജിച്ച ധാരാളം വിവരങ്ങളും അനുഭവങ്ങളും ഒക്കെ ഉണ്ട്. അത് അദ്ദേഹം പറയുമായിരിക്കാം, എഴുതുമായിരിക്കാം. അതൊക്കെ നമുക്ക് വായിക്കാം തീർച്ചയായിട്ടും. അത് കുട്ടികൾക്ക് വലിയൊരു പ്രചോദനമാണ്. ഇപ്പോഴത്തെ ഈ പഠിച്ചു വളരുന്ന കുട്ടികൾക്ക് വലിയൊരു പ്രചോദനമാണ്. പിന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വലിയൊരു പ്രചോദനം തന്നെ. വൈദ്യശാസ്ത്ര മേഖലയ്ക്ക് ധാരാളം മുതൽക്കൂട്ടാകുന്ന കണ്ടെത്തലുകൾ, പിന്നെ കൃഷി സംബന്ധമായിട്ടുള്ള കണ്ടെത്തലുകൾ, അങ്ങനെ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം കണ്ടെത്തലുകൾ, ഇതൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ എക്കോണമിയെ ശരിക്കും സഹായിക്കാൻ പോവുകയാണ്. ഇതോടനുബന്ധിച്ചുള്ള ധാരാളം ഇൻഡസ്ട്രീസ് ഡെവലപ്പ് ചെയ്തു വരുന്നുണ്ട്. അവർക്കൊരു മുന്നേറ്റമായിരിക്കും ഇത്തരത്തിലുള്ള ദൗത്യങ്ങൾ. ഇപ്പൊ ഗഗൻയാൻ കൂടി സാധ്യമാകുന്നതോടെ നമ്മൾ ശരിക്കും ടെക്നോളജിക്കലി ഒരു മാർവലിലേക്ക് നമ്മൾ മാറാൻ പോവാണ്. ഒരു രാജ്യം എന്ന് പറയുന്നത് ടെക്നോളജിക്കൽ മാർവൽ സ്റ്റേജിലേക്ക് പോകാൻ പോവാണ്. കാരണം സ്പേസ് ആണ് ശരിക്കും മറ്റു പല രാജ്യങ്ങളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പേസിലുള്ള മുന്നേറ്റങ്ങളാണ് അവരുടെ മറ്റു മുന്നേറ്റങ്ങൾക്ക് ആധാരമായിട്ട് വന്നത്. ഇപ്പൊ പ്രമുഖമായി നിൽക്കുന്ന സ്പേസ് ഏജൻസികളുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ അറിയുന്നത്. ശുഭാംശയെ തന്നെയാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്നത്. അദ്ദേഹം ടച്ച് സ്ക്രീനിൽ എന്തോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു ബാഗ് ഇപ്പുറത്ത് മറ്റ് യാത്രികർ ഒരു ബാഗ് തുറക്കുന്നു. ഇതിന്റെ ക്യാപ്സിനുള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ഇപ്പോൾ സമയം ഇന്ത്യൻ സമയം ഏകദേശം 4:15 കൂടിയിട്ടാണ് ഈ അൺഡോക്കിംഗ് പ്രോസസ്സ് പൂർണ്ണതയിലേക്ക് എത്തി. അതായത് പൂർണ്ണമായും ആ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഈ ഡ്രാഗൺ ക്യാപ്സൂൾ വിഘടിച്ച് അതിൻ്റെതായ വഴിയിൽ, അത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ച പോലെ കിലോമീറ്ററുകൾ താഴേക്ക് അതിൻ്റെ ഭ്രമണപഥം മാറ്റി അത് ഭൂമിയെ വലയം വെച്ച് നാളെ ഇന്ത്യ സമയം ഉച്ചയ്ക്ക് ശേഷം ഏകദേശം 3 മണിയോടെയാണ് ഇപ്പോൾ കണക്കാക്കുന്നത് ശാന്തസമുദ്രത്തിൽ, കാലിഫോർണിയയ്ക്ക് അടുത്ത് ശാന്തസമുദ്രത്തിൽ പതിക്കുമെന്നാണ്. പിന്നെയും കുറച്ച് ദിവസങ്ങൾ കാത്തിരിക്കണം നമ്മൾ നേരിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതുമൊക്കെ അറിയാൻ. എന്തായാലും നമുക്ക് തുടരാം ഈ കാഴ്ചകളിലേക്ക്. അഭിമാനാർഹമായ ഈ യാത്രയുടെ തുടർ വിവരങ്ങളിലേക്ക്.